കാലത്ത് എണീറ്റ വശം തന്നെ കുളിച്ച് അടുക്കളയിൽ കയറുമ്പോൾ ഒരു പ്രത്യേക എനർജി ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു മടി പിടിച്ചിരിക്കാനൊന്നും എനിക്ക് തോന്നാറില്ല. ആര്യനെ സ്കൂളിൽ പറഞ്ഞയക്കുന്ന ദിവസമാണെന്ന് വെച്ചെങ്കിൽ കാലത്ത് ചിലപ്പോൾ നേരം വൈകിട്ടാണ് എണീക്കണമെന്ന് വെച്ചെങ്കിൽ അങ്ങനെ കുളിക്കൊന്നുമില്ല കേട്ടോ. നേരെ പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷായിട്ട് അടുക്കളയിൽ കയറുകയാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ ആര്യന് സ്കൂളില്ല, അതുകൊണ്ട് പിന്നെ പതുക്കെ മതിയല്ലോ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനാണ് വെച്ചെങ്കിൽ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും പിന്നെ പിന്നെ കോഴിമുട്ടയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആകുമ്പോൾ പിന്നെ കാലത്ത് അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് നമ്മളുടെ പണികളൊക്കെ തീരും. കാലത്തെ പണിയൊക്കെ പെട്ടെന്ന് തീരും. പിന്നെ കുട്ടികൾ ആര്യനും ഇഷ്ടമാണ്, സീമോൾക്കും ഇഷ്ടമാണ്. സീമോൾക്ക് കോഴിമുട്ട ഉണ്ടായാൽ മതി, അപ്പോൾ അവൾ ഒരു ബ്രെഡ് ഒരു കോഴിമുട്ടയൊക്കെ കഴിക്കും. അവൾക്കത് ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇങ്ങനെ വാരി കൊടുക്കൊന്നും വേണ്ട, അവൾ തന്നെ കഴിച്ചോളും. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഉറക്കമാണ്. ഞാൻ വിചാരിച്ചു അവരെ എണീക്കണതിൻ്റെ മുന്നേ അടിച്ചൊരു തുടയ്ക്കാം. ഒരു റൂമും ഹാളും അടിച്ചോരിയപ്പോൾ തന്നെ എത്ര പൊടികളാണ്. ഏറെക്ക് തോന്നുന്നത് ആ ചൂലിൻ്റെ പൊടിയും ചൂലിൻ്റെ ഈർക്കിളി എല്ലാ പുല്ലൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോരുന്നുണ്ട്, അതാണ് തോന്നുന്നു ഏറെ. പിന്നെ ഞാൻ തുടയ്ക്കൽ കഴിഞ്ഞപ്പോൾ അടിച്ചു വരൽ കഴിഞ്ഞപ്പോൾ തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സിയമോൾ എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചവിട്ടിയൊക്കെ രാവിലെ തന്നെ തിരുമ്പാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ചവിട്ടിയൊക്കെ കൊടുന്നിടുകയാണ് കേട്ടോ. ആദ്യം കുളിക്കാൻ കയറിയപ്പോൾ ആരിൻ്റെ ഡ്രസ്സ് ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിടുകയാണ്. അമ്മ പറഞ്ഞോ ഒറ്റയ്ക്ക് കഴിക്കുമോ? കഴിച്ചു. ടേസ്റ്റ് ഉണ്ടോ? അമ്മ കഴിച്ചു. രാവിലത്തെ പണികളൊക്കെ ഒന്ന് തീർന്നപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരുന്നു കേട്ടോ. ആ സമയത്ത് അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ന്യൂസ് ഫോണിൽ ഇങ്ങനെ ന്യൂസൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ആരും വേണ്ട. അതാണോ തരുന്നത്? അതോ കുട്ടി തരുന്നത്? ഞാനും സിയമോളും കൂടിയിട്ട് ഇരുന്നിട്ട് ഐസ്ക്രീം കഴിക്കുക കേട്ടോ. ആരിന് ഞാൻ ഐസ്ക്രീം വിളിച്ച് കൊടുക്കുന്ന കണ്ടപ്പോൾ സിയമോളും അതേപോലെ തന്നെ ആരിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആരിൻ്റെ ഐസ്ക്രീം കൊടുന്ന് വെച്ച് അപ്പം തന്നെ ആരി എടുത്ത് കഴിച്ചു. ഇത് ഇന്ത്യയും സിയമോളുടെ ഐസ്ക്രീമാണ്. അപ്പം ഞങ്ങൾക്ക് കഴിക്കണ്ടേ, ഞങ്ങൾ കഴിക്കണേന്ന് ഓരോ സ്പൂണല്ല, അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാലത്ത് എണീറ്റ വശം തന്നെ ഞാൻ മീൻ നന്നാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ വിടാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഐസൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് വരഞ്ഞ് വെക്കുകയാണ്. വറുക്കാൻ വേണ്ടിയിട്ട് 3 ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകം പൊടിച്ചത്, ഉപ്പ്, ഇത്ര ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അത് കൈമയായിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ എനിക്ക് കൈ എരിയാൻ തുടങ്ങും. അതുകൊണ്ട് ഞാനൊരു സ്പൂണായിട്ടാണ് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുള്ളത്. ഞാൻ അതിൽ കുറച്ച് വിനാഗിരി ഒഴിക്കാറുണ്ട് കേട്ടോ. ഞാനൊന്ന് മറന്നുപോയി ഒഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ നാരങ്ങ ഉണ്ടെച്ചെങ്കിൽ നാരങ്ങയുടെ നീരാണ് ഒഴിക്കാറ്. പിന്നെ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ ഞാൻ അത് ഒഴിച്ചില്ലല്ലോ എന്ന്. പിന്നെ ചീര കുറച്ച് ചേച്ചി തന്നതിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് കോഴിമുട്ടയും കൂടിയിട്ട് തോരൻ പോലെ വെക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ മീനിലൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിമെയ്ഡായിട്ട് വാങ്ങണത് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിനത്ര ഫ്ലേവർ ഇല്ല കേട്ടോ. ഞാനിത് ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി നല്ല ഒരു ടേസ്റ്റ് തോന്നാറ്. ഇതാണ് ചേർക്കുമ്പോഴേക്ക് അത്ര ഒരു ഫ്ലേവർ അതിൻ്റെ തോന്നാറില്ല. പിന്നെ എളുപ്പം ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും ഒരു പാക്കറ്റ് സ്റ്റോർ ചെയ്യണതാണ്. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തല്ല, വർക്ക് ഏരിയയിലുള്ള സ്റ്റൗമ്മലാണ് കേട്ടോ മീൻ വറുക്കാൻ വെക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ മോര് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൈര് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ കട്ടയൊക്കെ അങ്ങനെ വിടിയിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചത് കുറച്ച് അറ്റത്തായിപ്പോയി. സിയമോൾ അത് വന്നെടുത്ത് അവളുടെ മേത്ത് കൂടെയൊക്കെ പോയിട്ടാണ്. സിയമോൾക്കാണെച്ചെങ്കിൽ തൈരും മോരൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ആ മോര് അവളുടെ വായക്കൂടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ മോരിൻ്റെ ടേസ്റ്റ് കിട്ടിയപ്പോൾ അവൾ പറയേണ്ടിക്ക് മോര് വേണമെന്ന്. പിന്നെ ഞാൻ അവളുടെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് മോര് പോയതൊക്കെ തുടച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ മേലൊക്കെ ഒന്ന് കഴുകിച്ചു കൊടുത്തു. പിന്നെ അതാ വന്നിട്ട് മോര് കറി വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, ചില ഭാഗങ്ങളൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഇന്നിപ്പോൾ മോര് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ. തേങ്ങ അരച്ച് ചേർത്തിട്ട് പിന്നെ അത് തിളച്ച് വരുമ്പോൾ ആ മോരൊഴിക്കുകയാണ് ചെയ്യണത്. എനിക്ക് കഷ്ണങ്ങളൊന്നും ഇടാതെ വെക്കണം മോര് കറി ഇപ്പോൾ കുറച്ചും കൂടി ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞാനിതിങ്ങനെ മോര് വല്ല കഞ്ഞി പോലെ ആക്കിയിട്ട് ചോറ് അങ്ങനെ കുടിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. കറിയൊക്കെ വെച്ചിട്ട് ഞാൻ കുട്ടികളുടെ അടുത്ത് വന്നപ്പോഴേക്കും ഇതേ പന്തിൻ്റെ ഉള്ളിലത്തെ പഞ്ഞി മുഴുവനും എടുത്തിട്ടാണ് ആ ക്ലാസ്സിലും മേശേമലും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പന്ത് എവിടെയെന്നൊക്കെ ചോദിച്ചപ്പോൾ സിയമോളും എനിക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആ ടിവിയുടെ അടിയിൽ പന്ത് കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ആര്യനെ ഞാൻ ഉണ്ണീനെ നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് പോയുള്ളത്. നല്ല ആളാണ് ആര്യന്. ടിവിയുടെ ഉള്ളിലാണ് ആര്യ ഇരിക്കുന്നത്. വണ്ടി എടുക്കണേ സിയോടെ
ആ ബോളെടുത്തിട്ട് അതിലെടുത്ത് വെക്കി. ബോള് എടുക്ക്. എന്തോരം പഞ്ഞി അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുള്ളത്. വേഗം എടുത്തേക്ക് സോഫയുടെ കവറൊക്കെ താഴേക്ക് വലിച്ചിട്ടിട്ട്. പഞ്ഞൊക്കെ വേഗം ബോളിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റിക്കോട്ടാ. ആരെയും വടി എടുത്തിട്ട് പോയോ വേഗം. അവിടെ വടി എടുക്കോർത്തുനിന്ന് ഇറുക്കളി എടുത്തിട്ട് പോയോ. എവിടെ ബോളാതാ കിടക്കുന്നത്? ആ കിടക്കുന്ന ബോള് എടുത്തോ. ആരെയും സോഫയുടെ കവറൊക്കെ നേരെ വിരിച്ചിട്ട് കേട്ടാ. അടിയാ നിനക്ക് അടിയാണാ. ഞാൻ ചോറൊക്കെ എടുത്തേക്കുമ്പോഴേക്കും ഇതേ ആര്യം പന്തിൽ മറ്റേ ആ പഞ്ഞൊക്കെ ഞാൻ നിറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ നിറച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഭക്ഷണം കണ്ടിട്ടുണ്ട് ചിങ്ങിൻ്റെ കുട്ടിക്ക് ഭയങ്കര വിഷമമാണ്. അത് എന്നുള്ള മുഖഭാവം അങ്ങനെ തന്നെയാണ്. പിന്നെ വേറെ എന്തെങ്കിലും അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആവണം. ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ കണ്ടാൽ അവനൊരു ഭയങ്കര വിഷമമാണ്. പിന്നെ മീൻ വറുത്തതുണ്ടല്ലോ, അതുകൊണ്ട് അവന് വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ ഇടയിൽ സിയമോൾ അവിടെ എന്തോ ഒരു കുരുത്തക്കേട് കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ ആ കയ്യിൽ വടി പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു വടി കണ്ടാൽ മതി, അപ്പോൾ അവളൊന്ന് ഒതുങ്ങിക്കോളും.